48 മണിക്കൂർ നേരത്തേക്ക് വാ തുറക്കരുത്. ഇനി ഒരു അക്ഷരം ഉരിയാടിയാൽ തിരഞ്ഞെടുപ്പ് തന്നെ അങ്കലാപ്പിലാക്കി കളയുമെന്ന് താക്കീത് നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോൺഗ്രസിനെതിരെ പരാമർശം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഭാരത് രാഷ്ട്രീയ സമിതി BRS അധ്യക്ഷൻ K ചന്ദ്രശേഖര റാവുവിന് 48 മണിക്കൂർ പ്രചാരണ വിലക്ക്. രാത്രി 8 മണി മുതലാണ് തെലങ്കാന മുൻ മുഖ്യമന്ത്രിക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ വിലക്ക് നിലവിൽ വന്നത്. കഴിഞ്ഞ മാസം 5-ന് സിർസില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. സിർസില്ലിയിൽ അദ്ദേഹം കോൺഗ്രസിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതിനെ തുടർന്നായിരുന്നു നടപടി ഉണ്ടായിരിക്കുന്നതും. തുടർന്ന് ഇക്കാര്യത്തിൽ കമ്മീഷൻ KCRന്റെ മറുപടിയും തേടി. തന്റെ വാക്കുകൾ അധികൃതർക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മറുപടിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇത് പ്രാദേശിക പ്രയോഗങ്ങളാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. കോൺഗ്രസ് നേതാക്കൾ തന്റെ പരാമർശത്തിലെ ചില വാക്കുകൾ അടർത്തിയെടുത്ത് അത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. അവരുടെ പരിഭാഷ ശരിയായ രീതിയിൽ അല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന്റെ നയങ്ങളും വാഗ്ദാനങ്ങളും നടപ്പിലാക്കുന്നതിൽ അവർ വരുത്തിയ വീഴ്ചകളെക്കുറിച്ചും മാത്രമാണ് താൻ പരാമർശിച്ചതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ KCRന്റെ മറുപടിയിൽ കമ്മീഷൻ തൃപ്തരായില്ല. തുടർന്നാണ് 48 മണിക്കൂറിലേക്ക് പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടാമത്തെ രാഷ്ട്രീയ നേതാവിനാണ് 48 മണിക്കൂർ പ്രചാരണ വിലക്ക് നേരിടേണ്ടി വരുന്നത്. നിരന്തരം ചട്ടലംഘനങ്ങൾ നടത്തി ഇതൊരു ട്രെൻഡാക്കി മാറ്റുകയാണ് മോദിയും വാലുകളും. കോൺഗ്രസിനെതിരെ പറഞ്ഞ് വിദേശങ്ങളുടെ പെരുമഴ പെയ്യിച്ച് മോദി മുതൽ പ്രാദേശിക നേതാക്കൾ വരെ എത്ര പരാതി ലഭിച്ചാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കില്ല എന്ന ധൈര്യത്തിലാണ് വോട്ട് ലക്ഷ്യമിട്ടുള്ള സംഘപരിവാറിന്റെ ധ്രുവീകരണ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ചെറിയ അടികൾ വലിയ തിരിച്ചടിയിലേക്കുള്ള ചുവടുകളാണ്.